നേരം രാത്രി 9 മണി. കോരൻ ബട്ട്ലറുടെ പുരയിൽ കോലായിൽ ഒരു പഴയ വീഞ്ഞപ്പെട്ടി പുറത്ത് കയറിയിരുന്ന് കഥ പറയുകയാണ് കുഞ്ഞപ്പു. ഗൃഹനാഥനായ കോരൻ ബട്ട്ലർ മൂക്കറ്റം കുടിച്ച് കോലായിൽ മൂലയിലിട്ടൊരു കട്ടിലിൽ തൻ്റെ കള്ളുഭരണി പോലുള്ള കുമ്പയും പ്രദർശിപ്പിച്ച് കൊണ്ട് ബോധമില്ലാതെ മലർന്നു കിടക്കുന്നു. ചെത്തുകാരൻ ക്ലൂസ് പറങ്ങോടനും പെരിക്കാലൻ അയ്യപ്പനും ആധാരമെഴുത്താണ്ടിയും താഴെ കോലായത്തിണ്ടിൽ കാലും തൂക്കിയിട്ടിരുന്ന കുഞ്ഞപ്പുവിൻ്റെ പട്ടാളക്കഥ ശ്രദ്ധിക്കുന്നു. അടുക്കള വാതിക്കലുമുണ്ട് 3-4 വനിതാ ശ്രോതാക്കൾ. ബട്ട്ലറുടെ ഭാര്യ കുഞ്ഞമ്മു, മകൾ തിരുമാല, അകന്ന ചാർച്ചയിലെ മക്കളായ ജാനുവും കല്യാണിയും. ആധാരമെഴുത്താണ്ടി അവിടെ എത്തപ്പെട്ടതിൽ കുഞ്ഞപ്പുവിന് അല്പം ക്ഷീണമുണ്ട്. കുഞ്ഞപ്പു പറയുന്നതെല്ലാം മറ്റുള്ളവർ മിണ്ടാതെ വിഴുങ്ങിക്കൊള്ളും. ആണ്ടി അങ്ങനെയല്ല, ഓർക്കാപ്പുറത്ത് ചില മുട്ടാപ്പോക്ക് ചോദ്യങ്ങൾ ഉരുട്ടിക്കൊണ്ടുവരും. കുഞ്ഞപ്പു കുഴങ്ങിപ്പോകും. അതിനാൽ വളരെ കരുതലോടുകൂടിയാണ് തൻ്റെ കൊമ്പൻ മീശ പിടിച്ച് തിരുമ്മിക്കൊണ്ട് കുഞ്ഞപ്പു കഥ പറയുന്നത്. കഥാരംഗം അറേബ്യയിലെ ബസ്ര തന്നെ. മരുഭൂമിയിലെ ഒരു മൂലയിൽ വെച്ച് തുർക്കികളുമായി നടത്തിയ ഭയങ്കരമായൊരു പോരാട്ടത്തിന് ശേഷം കുഞ്ഞപ്പുവിൻ്റെ പട്ടാള സ്ക്വാഡിന് പിന്തിരിയേണ്ടി വന്നു. കാരണം വെടിക്കോപ്പുകളെല്ലാം തീർന്നുപോയി. തുർക്കി പട്ടാളം ഒരു സൂത്രം പ്രയോഗിച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളക്കാരെ പറ്റിച്ചു കളഞ്ഞു. തുർക്കി പട്ടാളം അവരുടെ ക്യാമ്പിന് മുന്നിൽ ഒരു ഡജൻ തൂക്കുകാരെ അണിനിരത്തിയത് കുഞ്ഞപ്പുവിൻ്റെ പട്ടാള ക്യാപ്റ്റൻ കുഴൽക്കണ്ണാടിയിലൂടെ കണ്ടു. പെട്ടെന്ന് ആക്രമിക്കണം. വെടിവെക്കാൻ ക്യാപ്റ്റൻ്റെ കൽപ്പന കിട്ടി. ഇന്ത്യൻ പട്ടാളം തുരുതുരെ വെടിവെച്ചു. 10 റൗണ്ട് കാച്ചിട്ടും തുർക്കി പട്ടാള അണിയിലെ എണ്ണം കുറയുന്നില്ല. പിന്നെയും വെച്ചു കൊടുത്തു. ഒരു 10 റൗണ്ട്. തുർക്കി ഭടന്മാർ വെടിയേറ്റ് കുലുങ്ങുന്നു. എന്നാൽ ആൾ പിന്നെയും അവിടെ തന്നെ. നിർത്താതെ വെടി തുടരാൻ ക്യാപ്റ്റൻ്റെ ഓർഡർ. ചത്തുവീണ തുർക്കി പട്ടാളക്കാരുടെ സ്ഥാനത്ത് പുതിയ ഭടന്മാർ വന്ന് നിൽക്കുകയാണെന്ന് ക്യാപ്റ്റൻ കരുതിയിരുന്നത്. അവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തി ഇന്ത്യൻ ക്യാമ്പ് കയ്യേറാമെന്നായിരുന്നു ക്യാപ്റ്റൻ്റെ പ്ലാൻ. എന്നാൽ ഇന്ത്യൻ പട്ടാള സംഘത്തിൻ്റെ വെടിക്കോപ്പുകളെല്ലാം തീർന്നു. തുർക്കി പട്ടാള അണിയിലെ 12ഉം അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്തായിരുന്നു അവരുടെ സൂത്രം? എന്തായിരുന്നു ആ സൂത്രം? ആണ്ടിയുടെ ചോദ്യം. കുഞ്ഞപ്പു ആണ്ടിയോട് ഒരു വീടി ആവശ്യപ്പെട്ടു. ആണ്ടി ക്ലൂസ് പറങ്ങനോടൊരു വീടി ചോദിച്ചു വാങ്ങി. കുഞ്ഞപ്പുവിന് ദാനം ചെയ്തു. ആരുടെ കയ്യിലുമില്ല തീപ്പെട്ടി. കുറച്ച് തീ അടുക്കളയുടെ നേർക്ക് നോക്കി കുഞ്ഞപ്പു വിളിച്ചു പറഞ്ഞു, ഈ അറബികളുണ്ടല്ലോ, വലിയ മന്ത്രവാദികളാണ്.